നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെ അതിജീവിത. കോടതിയിൽ വിശ്വാസമില്ലെന്നും വിധിയിൽ അത്ഭുതമില്ലെന്നും അതിജീവിതയുടെ ആദ്യ പ്രതികരണം. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരല്ലെന്ന് സോഷ്യൽ മീഡിയയിൽ വിമർശനം. ഗൂഢാലോചന നടത്തിയവർ പുറത്തെന്നും ഇത് ഭയപ്പെടുത്തുന്നുവെന്നും നടി മഞ്ജു വാര്യർ. വിധിന്യായത്തിലെ വിവരങ്ങൾ ചോർന്നുവെന്നാരോപിച്ച് DGPക്ക് പരാതി നൽകി അന്വേഷണ ഉദ്യോഗസ്ഥൻ DYSP ബൈജു പൗലോസ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിനുണ്ടായത് കനത്ത തിരിച്ചടിയെന്ന് വിലയിരുത്തി CPM. ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം തിരിച്ചടിയായി. സർക്കാർ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ സംഘടനാതലത്തിൽ വീഴ്ചയുണ്ടായി എന്നും വിമർശനം. CPM CPI നേതൃയോഗങ്ങൾ നാളെ. ചൊവ്വാഴ്ച LDF നേതൃയോഗം. ഇടത് തോൽവിയിൽ ജനങ്ങളെ അധിക്ഷേപിച്ചുള്ള വിവാദ പ്രസ്താവന തിരുത്തി MM മണി. സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് മൊഴി നൽകി രമേശ് ചെന്നിത്തല. വൈസ് ചാൻസലർ നിയമനവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഇടപെടലിനെ പരസ്യമായി വിമർശിച്ച ഗവർണർ. VCയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന് രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ. കോടതി നേരിട്ട് VCയെ തീരുമാനിക്കുന്നത് ശരിയായ നടപടിയല്ലെന്നും വിമർശനം. വോട്ടുകൊള്ള ആരോപണത്തിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിന് തുടക്കം കുറിച്ച് കോൺഗ്രസ്. രാംലീല മൈതാനിയിൽ ആയിരങ്ങൾ പങ്കെടുത്ത മഹാറാലിയിൽ BJPക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിമർശനവുമായി രാഹുൽ ഗാന്ധി. ശരിയായ രീതിയിൽ വോട്ടെടുപ്പ് നടന്നാൽ ഒരു തെരഞ്ഞെടുപ്പിലും BJP ജയിക്കില്ലെന്ന് പ്രിയങ്ക ഗാന്ധി. വോട്ടുകൊള്ളക്കെതിരെ കോൺഗ്രസ് ശേഖരിച്ച 5 കോടി ഒപ്പുകൾ രാഷ്ട്രപതിക്ക് കൈമാറും. ഓസ്ട്രേലിയയെ നടുക്കി വെടിവയ്പ്. ബോണ്ടി ബീച്ചിൽ കൂട്ടവെടിവയ്പിൽ 12 മരണം. ആക്രമണം ജൂതാഘോഷത്തിനിടെ. തോക്കുധാരികളിൽ ഒരാൾ കൊല്ലപ്പെട്ടു, മറ്റൊരാൾ വെടിയേറ്റ നിലയിൽ കസ്റ്റഡിയിൽ. ഭീകരാക്രമണമാണെന്ന് ന്യൂ സൗത്ത് വെയിൽസ് പോലീസ്. സംഭവം ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമെന്ന് പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. നിയമത്തിനു മുന്നിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ലെന്ന് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടി. സമൂഹമാധ്യമത്തിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം. കോടതിയിൽ വിശ്വാസം നഷ്ടപ്പെടാനുള്ള കാരണങ്ങളും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം കുറ്റം ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പുറത്തുണ്ടെന്ന് നടി മഞ്ജു വാര്യർ പ്രതികരിച്ചു. തനിക്കുണ്ടായ അനുഭവങ്ങൾ നുണയാണെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പരിഹസിച്ചവർക്കായി ഈ വിധിയെ സമർപ്പിക്കുന്നുവെന്ന് നടി സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. 2020 അവസാനം തന്നെ ചില അന്യായ നീക്കങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടിരുന്നതായും കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ മാത്രം കേസിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നതായി പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നതായും നടി ചൂണ്ടിക്കാട്ടി. കോടതിയിലെ അന്തരീക്ഷം ശത്രുതാപരമാണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ആദ്യ 2 പ്രോസിക്യൂട്ടർമാർ രാജിവെച്ചത്. തന്റെ അടിസ്ഥാന അവകാശങ്ങൾ പോലും സംരക്ഷിക്കപ്പെട്ടില്ല. മെമ്മറി കാർഡ് അനധികൃതമായി പരിശോധിച്ചതിലെ അന്വേഷണ റിപ്പോർട്ട് പലതവണ ചോദിച്ചിട്ടും ലഭിച്ചില്ല. വിചാരണയ്ക്കായി ജഡ്ജിയെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് മേൽക്കോടതിയെ സമീപിച്ചപ്പോൾ അതേ ജഡ്ജി തന്നെ മതി എന്ന ആവശ്യവുമായി പ്രതിപക്ഷം കക്ഷി ചേർന്നത് തന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായി അതിജീവിത വ്യക്തമാക്കി. കേസിന്റെ നടപടികൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്നാവശ്യപ്പെട്ടിട്ടും നിഷേധിച്ചു. നിയമത്തിന്റെ മുൻപിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. തിരിച്ചറിവ് നൽകിയതിന് നന്ദിയെന്നും അതിജീവിത തന്റെ പോസ്റ്റിൽ പറയുന്നു. കോടതി വിധിയിൽ പ്രതികരണവുമായി നടി മഞ്ജു വാര്യരും രംഗത്ത് വന്നു. നീതി പൂർണ്ണമായി നടപ്പായില്ലെന്നും കുറ്റം ആസൂത്രണം ചെയ്തവർ ഇപ്പോഴും പുറത്തുണ്ടെന്നും മഞ്ജു സാമൂഹിക മാധ്യമത്തിലൂടെ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നു. ഗൂഢാലോചനയുണ്ടെന്ന് മഞ്ജു പറഞ്ഞതു മുതലാണ് തനിക്കെതിരെ നീക്കം തുടങ്ങിയതെന്ന് നടൻ ദിലീപ് ആരോപിച്ചിരുന്നു. കോടതി കുറ്റവിമുക്തനാക്കിയതിന് പിന്നാലെ ദിലീപ് നടത്തിയ പ്രതികരണത്തിലായിരുന്നു മഞ്ജുവിന്റെ പേര് പറഞ്ഞുള്ള ആരോപണം. ഇതിനു പിന്നാലെയാണ് ആസൂത്രകനെ കണ്ടെത്തണമെന്ന് വീണ്ടും ആവശ്യപ്പെട്ട് നടി മഞ്ജു വാര്യർ രംഗത്തെത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കൊച്ചി. നടിയെ ആക്രമിച്ച കേസിന്റെ വിധിന്യായത്തിലെ വിവരങ്ങൾ ചോർന്നുവെന്ന ആരോപണത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി. അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസാണ് പരാതി നൽകിയത്. അതേസമയം ദിലീപും പൾസർ സുനിയുമായുള്ള പണമിടപാട് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ലെന്ന് വിധിയിൽ കോടതി ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയത് അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയെ അറിയിച്ചില്ലെന്നും വിമർശനമുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ വിശദാംശങ്ങൾ വിധി പറയുന്നതിന് ഒരാഴ്ച മുൻപ് പ്രചരിക്കപ്പെട്ട സംഭവത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSP ബൈജു പൗലോസ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹം സംസ്ഥാന പോലീസ് മേധാവിക്ക് കത്ത് നൽകി. വിധി വരുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് വിശദാംശങ്ങൾ അടങ്ങിയ ഊമക്കത്ത് കേരള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ളവർക്ക് ലഭിച്ചത്.
1 മുതൽ 6 വരെയുള്ള പ്രതികൾ മാത്രം ശിക്ഷിക്കപ്പെടുമെന്നും ദിലീപ് ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെ വെറുതെ വിടും എന്നുൾപ്പെട്ടുള്ള പരാമർശങ്ങളോടെയായിരുന്നു കത്ത്. വിധിന്യായം 8ാം പ്രതിയായിരുന്ന ദിലീപുമായി ബന്ധപ്പെട്ടവരെ കാണിച്ച് ഉറപ്പുവരുത്തിയെന്ന ആരോപണങ്ങളും കത്തിലുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥൻ പോലീസ് മേധാവിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം കേസ് അന്വേഷണത്തിലെ വീഴ്ചകൾ കോടതി ഉത്തരവിൽ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേസിൽ ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള പണമിടപാട് തെളിയിക്കാനായില്ലെന്നതാണ് ഒന്നാമത്തെ വിമർശനം. സുനിക്ക് നാദിർഷ പണം നൽകിയതിനും തെളിവില്ല. അതോടൊപ്പം കേസിലെ പ്രധാന തെളിവായ മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ മാറിയ വിവരം കൃത്യമായി കോടതിയെ അറിയിച്ചില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനമുണ്ട്. 2020 ജനുവരിയിൽ തന്നെ ഹാഷ് വാല്യൂ മാറിയ വിവരം ഫോറൻസിക് ലാബിൽ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാൽ 2022 മാത്രമാണ് താൻ ഇതറിഞ്ഞതെന്ന് വരുത്തി തീർക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ശ്രമിച്ചുവെന്നാണ് വിമർശനം. അതേസമയം കേസിൽ സർക്കാർ അപ്പീൽ പോകുമെന്ന് മന്ത്രി പി രാജീവ് ആവർത്തിച്ചു. അപ്പീൽ പോകും എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കി. പൊതുവെ സംബന്ധിച്ച് രണ്ട് ഭാഗത്തും തൃപ്തികരമല്ല. ശക്തമായിട്ടുള്ള നിലയിൽ അപ്പീലുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. അത് പ്രോസിക്യൂഷനും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനുമായി ചർച്ച ചെയ്തുകൊണ്ട് ആവശ്യമായ തീരുമാനമെടുക്കും. ഹൈക്കോടതിയിൽ പ്രോസിക്യൂഷൻ വീഴ്ചകൾ വീണ്ടും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കാൻ സാധ്യതയുണ്ട്. അപ്പീൽ നൽകുന്നതോടെ നടിയെ ആക്രമിച്ച കേസ് വീണ്ടും സജീവ ചർച്ചാ വിഷയമാകും. അമൃത ന്യൂസ്, കൊച്ചി. VC നിയമനത്തിൽ സുപ്രീം കോടതിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഗവർണർ രാജേന്ദ്ര ആർലേക്കർ. VC നിയമനത്തിനുള്ള അധികാരം ചാൻസലർക്കാണെന്നും കോടതി VCയെ തീരുമാനിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം പറഞ്ഞു. VC നിയമനം സെർച്ച് കമ്മിറ്റിക്ക് വിട്ട സുപ്രീം കോടതിയുടെ തീരുമാനത്തിനെതിരെയാണ് ഗവർണർ രംഗത്തെത്തിയത്. VCയെ നിയമിക്കാനുള്ള അധികാരം ചാൻസലർക്കാണെന്ന UGC ചട്ടവും കണ്ണൂർ VC കേസിലെ കോടതി വിധിയും ചൂണ്ടിക്കാട്ടിയായിരുന്നു ഗവർണറുടെ പരാമർശം. കോടതി ഇത് പരിഗണിക്കാത്തത് ശരിയല്ലെന്ന് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറഞ്ഞു. VCയെ കോടതിക്ക് തീരുമാനിക്കാമെന്ന നിലപാട് ശരിയല്ല. ഭരണഘടന ഭേദഗതി ചെയ്യാൻ കോടതികൾക്ക് അധികാരമില്ല. നിയമനിർമ്മാണ സഭകളെ ബഹുമാനിക്കണമെന്നും ഗവർണർ പറഞ്ഞു. And it honors that UGC has its right. It honors that the chancellor has his own right to select the vice chancellors. But after some time, the very same provisions are being ignored by the judges, by the Supreme Court. Very same provisions. And the court appoints a search committee for what? Search committee is to be appointed by the chancellor. And in Kannur judgment, they accepted this. VC നിയമന തർക്കത്തിൽ കർശന ഇടപെടലാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി നടത്തിയത്. സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VCമാരെ സുപ്രീം കോടതി തീരുമാനിക്കുമെന്നും ജസ്റ്റിസ് ധൂലിയ സമിതി ഓരോ പേരുകൾ മുദ്രവച്ച കവറിൽ നൽകണമെന്നും സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നു. സർക്കാരും ഗവർണറും സമവായത്തിൽ എത്താതിരുന്ന സാഹചര്യത്തിലാണ് കോടതിയുടെ ഇടപെടലുണ്ടായത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മേയർ സ്ഥാനാർത്ഥി നിർണയത്തിൽ തിരക്കിട്ട ചർച്ചകൾ. VV രാജേഷിനാണ് മുൻതൂക്കം. നിയമസഭയിലേക്ക് വട്ടിയൂർക്കാവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ R ശ്രീലേഖയ്ക്ക് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന. അതേസമയം കനത്ത പരാജയം വിലയിരുത്തി തിരുത്തൽ വരുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഇടതുകോട്ടയായിരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ മിന്നും വിജയം സ്വന്തമാക്കിയാണ് BJP സംസ്ഥാനത്ത് കോർപ്പറേഷനിലെ ആദ്യ നേട്ടം സ്വന്തമാക്കുന്നത്. 101-ൽ 50 എന്ന പകുതി സീറ്റുകൾ സ്വന്തമാക്കിയാണ് വിജയം. വികസിത കേരള കാഴ്ചപ്പാടിന് ജനങ്ങൾ നൽകിയ അവസരം ഫലപ്രദമായി ഉപയോഗിക്കാനാണ് തീരുമാനം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജം കൂടിയാണ് BJPക്ക് കോർപ്പറേഷനിലെയും 2 മുനിസിപ്പാലിറ്റികളുടെയും വിജയം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറെ ഉടൻ പ്രഖ്യാപിക്കും. VV രാജേഷിൻ്റെയും R ശ്രീലേഖയുടെയും പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഞങ്ങളുടെ പ്രഥമ പരിഗണന ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യുക. ഒരു നിമിഷം നമുക്ക് പാഴാക്കല്ല. കാരണം ഒരു ഭരണ രംഗത്ത് നമ്മൾ പാഴാക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ള നഗരങ്ങൾ നമ്മളെക്കാളും മുമ്പേ പോകും. അവർ മുമ്പേ പോകരുതെന്നല്ല ഞാൻ പറയുന്നത്. നമുക്ക് സമയം പാഴാക്കാനില്ല. നിയമസഭയിലെ സ്ഥാനാർത്ഥികളെയും BJP താമസിയാതെ തീരുമാനിച്ച് പ്രവർത്തനം ശക്തമാക്കും. അതേസമയം തിരുവനന്തപുരത്തെ പരാജയത്തിൽ പഠനം നടത്തി തിരുത്തലുകൾ വരുത്തുമെന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. പ്രചാരണത്തിൽ പാളിച്ചകൾ ഉണ്ടായില്ല, പക്ഷേ അടിയൊഴുക്കുകൾ ഉണ്ടായതായും അദ്ദേഹം വ്യക്തമാക്കി. ഞങ്ങളുടെ ജില്ലയിലുണ്ടായിട്ടുള്ള കുറവുകളെ സംബന്ധിച്ചിടത്തോളം ശരി തന്നെയാണ്. ഞങ്ങളെ പരിശോധിക്കും. അതിൽ ഇത്രയും വളരെ ഗൗരവമായിട്ട് വർക്ക് ചെയ്തിട്ട് പോലും എന്തുകൊണ്ടത് കാണാൻ കഴിഞ്ഞില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയാണ്. ആ പ്രശ്നം തന്നെയാണ് പരിശോധന വിധേയമാക്കേണ്ടത്. കോൺഗ്രസും സീറ്റ് നില തിരുവനന്തപുരത്ത് 19ലേക്ക് ഉയർത്തി തിരിച്ചുവരവിൻ്റെ പാതയിലാണ്. അതേസമയം BJPയുടെ കോർപ്പറേഷൻ ഭരണത്തെ തടുക്കാൻ മതേതര മുന്നണിയുടെ സാധ്യതകളും LDF തിരുവനന്തപുരത്ത് തേടുന്നതായാണ് സൂചന. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യാൻ CPM CPI നേതൃയോഗങ്ങൾ നാളെ ചേരും. CPM സംസ്ഥാന സമിതിയും യോഗം ചേർന്ന വിലയിരുത്തലുകൾ ചർച്ച ചെയ്യും. അതേസമയം നേതൃനിരയിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നതിൽ ചർച്ചകൾ തുടരുകയാണ് UDFും BJPയും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് മുന്നണി വിപുലീകരണമടക്കമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമുണ്ടായതിന്റെ ഞെട്ടലിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് കനത്ത പ്രഹരമാണ് ലഭിച്ചതെന്ന് നേതാക്കളും വിലയിരുത്തുന്നു. പാർട്ടിയുടെ അടിസ്ഥാന വോട്ടുകളിൽ തന്നെ വിള്ളലുകൾ ഉണ്ടായി. ജനക്ഷേമ പ്രവർത്തനങ്ങളുടെ പ്രചാരണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രാദേശിക നേതൃത്വങ്ങൾ പരാജയപ്പെട്ടതായി പറയുമ്പോഴും സംസ്ഥാന നേതാക്കൾ ഉൾപ്പെട്ട ശബരിമല സ്വർണ്ണക്കൊള്ളയും അവരെ സംരക്ഷിച്ചുകൊണ്ടുള്ള പാർട്ടിയുടെ നീക്കവും ജനങ്ങളിൽ സ്വാധീനം ചെലുത്തി. അയ്യപ്പ സംഗമവും ഫലം കണ്ടില്ല. സ്വാധീന മണ്ഡലങ്ങൾ ഉൾപ്പെടുത്തിയുള്ള വാർഡ് പുനർനിർണയവും ഇടതിന് ഗുണം ചെയ്തില്ല. ഇവയൊക്കെ വിശദമായി ചർച്ച ചെയ്യാനാണ് നാളെ CPM CPI നേതൃയോഗങ്ങൾ ചേരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വിശകലനം ചെയ്ത് വീഴ്ചകൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. സംസ്ഥാന സമിതി യോഗങ്ങളും ഇതിനു പിന്നാലെ ചേരും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ തേരോട്ടം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആവർത്തിക്കാനാണ് UDF നീക്കം. ഇതിന്റെ ഭാഗമായി മുന്നണി വിപുലീകരണവും കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നു. കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ പുനർവിചിന്തനം കാത്തിരിക്കുകയാണ് കോൺഗ്രസ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതിലൂടെ കൂടുതൽ ഭദ്രത കൈവരിക്കാനാകുമെന്നാണ് വിശ്വാസം. തിരുവനന്തപുരം കോർപ്പറേഷനിലെയും 2 മുനിസിപ്പാലിറ്റികളിലെയും വിജയം സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ നേടാമെന്ന BJPയുടെ കണക്കുകൂട്ടലുകൾക്കും ആക്കം കൂട്ടുന്നതാണ്. മാറാത്തത് മാറിയെന്നാണ് ഫലമെത്തിയതോടെയുള്ള BJPയുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള തയ്യാറെടുപ്പുകളും ഇതോടൊപ്പം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. അതേസമയം NDAയുടെ മുന്നേറ്റത്തെ തടുക്കാൻ മതേതര മുന്നണി എന്ന ആശയം കേരളത്തിലും പയറ്റാനുള്ള ശ്രമത്തിലാണ് ഇടതു വലതു മുന്നണികൾ. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ O സദാശിവന് മുൻഗണന. S ജയശ്രീയും K രാജീവും പരിഗണനാ പട്ടികയിലുണ്ട്. അതേസമയം CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുസാഫിർ അഹമ്മദിന്റെ പരാജയമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. CPM ഏരിയ കമ്മിറ്റി അംഗമായ O സദാശിവൻ തടമ്പാട്ടുതാഴം ഡിവിഷനിലാണ് ജയിച്ചത്. മുമ്പും കൗൺസിൽ അംഗമായതിൻ്റെ പരിചയസമ്പന്നതയുണ്ട്. അതുകൊണ്ടുതന്നെയാണ് CPMന്റെ പ്രഥമ പരിഗണനാ പട്ടികയിൽ സദാശിവൻ ഇടം പിടിച്ചത്. അതേസമയം ബേപ്പൂർ പോർട്ട് ഡിവിഷനിൽ നിന്ന് ജയിച്ച K രാജീവിനെ മേയറാക്കണമെന്ന നിലപാടിലാണ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് സൂചനയുണ്ട്. കപ്പിനും ചുണ്ടിനുമിടയിൽ കഴിഞ്ഞ തവണ മേയർ സ്ഥാനം നഷ്ടമായ ഡോക്ടർ S ജയശ്രീയും പരിഗണനാ പട്ടികയിലുണ്ട്. കഴിഞ്ഞ തവണ വനിതാ മേയറായതിനാൽ ഇത്തവണ CPM മാറി ചിന്തിച്ചാൽ ജയശ്രീയുടെ സാധ്യത മങ്ങും. കോട്ടൂളി ഡിവിഷനിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജയശ്രീ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. അതേസമയം താൻ മേയർ സ്ഥാനാർത്ഥി ആയിരുന്നില്ലെന്ന് CP മുസാഫിർ അഹമ്മദ് പറഞ്ഞു. മുസാഫിറിന്റെ പരാജയം പരിശോധിക്കാൻ CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. UDF തരംഗത്തിനിടയിലും കോഴിക്കോട് കോർപ്പറേഷൻ പിടിക്കാനായത് ആശ്വാസകരമായെന്നാണ് CPM ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ. മന്ത്രി PA മുഹമ്മദ് റിയാസും സെക്രട്ടേറിയറ്റിൽ പങ്കെടുത്തു. അമൃത ന്യൂസ്, കോഴിക്കോട്. കൊച്ചി തൃശൂർ കോർപ്പറേഷനുകളിലെ മേയറെ കണ്ടെത്താനുള്ള ചർച്ചകൾ UDFിൽ സജീവമായിരിക്കുകയാണ്. 2 കോർപ്പറേഷനുകളിലും വനിതാ മേയറായിരിക്കും. 4 പേരുകളാണ് കൊച്ചിയിൽ മേയർ സ്ഥാനത്തേക്ക് ഉയരുന്നത്. തൃശൂരിലാകട്ടെ 3 പേരാണ് പരിഗണനയിലുള്ളത്. 2 കോർപ്പറേഷനുകളിലും UDF മിന്നുന്ന പ്രകടനമാണ് ഇത്തവണ കാഴ്ചവെച്ചത്. വിമതശല്യങ്ങളും സീറ്റ് തർക്കങ്ങളും മറികടന്നാണ് കൊച്ചിയിൽ UDF കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചത്. ഭരണം നിലനിർത്തുമെന്ന ആത്മവിശ്വാസം LDFിനുണ്ടായിരുന്നുവെങ്കിലും 22 സീറ്റുകളിലേക്ക് ഒതുങ്ങേണ്ടി വന്നു. ആകെ 76 ഡിവിഷനുകളുള്ള കൊച്ചിയിൽ 47 സീറ്റുകളാണ് UDFിന് ലഭിച്ചത്. മേയർ സ്ഥാനത്തേക്ക് 4 പേരുകളാണ് ഉയർന്നു വന്നിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേരാണ് ആദ്യം മുതൽക്കേ അന്തരീക്ഷത്തിൽ ഉണ്ടായിരുന്നത്. മഹിളാ കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് VK മിനിമോളാണ് സാധ്യതാ പട്ടികയിലുള്ള രണ്ടാമത്തെയാൾ. A ഗ്രൂപ്പിൽ നിന്ന് മുൻ കൗൺസിലിലെ ഷൈനി മാത്യുവും സീന ടീച്ചറും രംഗത്തുണ്ട്. സാമുദായിക സമവാക്യങ്ങൾ അടക്കം പരിശോധിച്ച് പാർട്ടി ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് ദീപ്തി മേരി വർഗീസ് പ്രതികരിച്ചു. നേതൃത്വം കൂട്ടായി ഒരു തീരുമാനമെടുക്കും. അത് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളും അതുപോലെ തന്നെ AICCയുടെ നേതാക്കളും എല്ലാം കൂടിയാലോചിച്ച് ഒരു തീരുമാനമുണ്ടാകും. അതിന് അത്രയുമേ അതിൻ്റെ അകത്ത് പ്രത്യേകമായിട്ട് വേറെ ഒന്നുമില്ല. സാധാരണ അത് തന്നെയാണല്ലോ ഒരു പ്രോസസ്സ്. കഴിഞ്ഞ കൗൺസിലിൽ UDF പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയായ MG അരിസ്റ്റോട്ടിലും ഡെപ്യൂട്ടി ലീഡറായിരുന്ന ഹെൻറി ഓസ്റ്റിനുമാണ് ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്. കൂടാതെ മുൻ കൗൺസിലർമാരായ മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിച്ചേക്കും. വർഷങ്ങൾക്ക് ശേഷം തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിച്ചതിന്റെ ആവേശത്തിലാണ് ജില്ലയിലെ UDF പ്രവർത്തകർ. 33 സീറ്റുകൾ നേടിയാണ് 56 അംഗ കൗൺസിലിൽ കോൺഗ്രസ് ജയിച്ചു കയറിയത്. ശ്യാമള മുരളീധരൻ, ലാലി ജെയിംസ്, നിജി ജസ്റ്റിൻ എന്നിവരാണ് മേയർ സ്ഥാനത്തേക്ക് പരിഗണനയിലുള്ളത്.
പാർലമെന്ററി പാർട്ടിയുടെ അഭിപ്രായം കണക്കിലെടുത്തായിരിക്കും മേയറെ തെരഞ്ഞെടുക്കുകയെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അറിയിച്ചു. മറ്റ് ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ടാകില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒരുപാട് പ്രശ്നങ്ങളെ ഞങ്ങൾക്ക് അതിജീവിക്കേണ്ടി വന്നു. സാമ്പത്തികമായി ഞങ്ങൾക്ക് അത്രയേറെ കഷ്ടപ്പാടുകൾ. ഞങ്ങൾ ഓരോ വീടുകളിലും കയറി ഞങ്ങൾ ഓണത്തിന് ശേഷം ഫണ്ട് ശേഖരണം നടത്തിയതിൻ്റെ അതുമയാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകേണ്ടി വന്നത്. ഒരു ഐക്യബോധം താഴെത്തട്ടിലുള്ള പ്രവർത്തകർ മുതൽ ഈ ജില്ലയിലെ ഉന്നത നേതാക്കളിൽ വരെ ഉണ്ടായി. തൃശൂർ ജില്ലയിൽ UDF നേടിയത് മികച്ച വിജയമാണെന്നും ജില്ലാ പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തുകളിലും കൂടുതൽ സീറ്റുകൾ നേടാനായെന്നുമാണ് മുന്നണി വിലയിരുത്തൽ. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. സൗദിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ സാമ്പത്തിക ഉദാരവൽക്കരണത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നു. സൗദികളല്ലാത്തവരെ രാജ്യത്തിനുള്ളിൽ റിയൽ എസ്റ്റേറ്റ് യൂണിറ്റുകൾ സ്വന്തമാക്കാനും റിയൽ എസ്റ്റേറ്റ് അവകാശങ്ങൾ നേടാനും അനുവദിക്കുന്ന പരിഷ്കരിച്ച നിയമം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. മക്ക, മദീന, ജിദ്ദ, റിയാദ് എന്നീ 4 നഗരങ്ങൾ ഒഴികെ രാജ്യത്തെ മറ്റെല്ലാ പ്രദേശങ്ങളിലെയും റെസിഡൻഷ്യൽ പ്രോപ്പർട്ടികളിലും വിദേശികൾക്ക് സ്വത്തുടമസ്ഥാവകാശം അനുവദിക്കുന്ന നിയമം ജനുവരിയിൽ നടപ്പാക്കുമെന്ന് നഗരസഭ ഭവനകാര്യ മന്ത്രി മാജിദ് അൽ ഖുഖൈൽ പറഞ്ഞു. 4 നഗരങ്ങളിലും രാജ്യത്തിന് പുറത്തുള്ള വിദേശികൾക്ക് സ്വത്ത് സ്വന്തമാക്കാൻ അനുവാദമുള്ള പ്രത്യേകം നിർണയിച്ച പ്രദേശങ്ങൾ ഉണ്ടാകുമെന്നും രാജ്യത്ത് കഴിയുന്ന വിദേശികൾക്ക് ഇവിടങ്ങളിൽ ഒരു റെസിഡൻഷ്യൽ യൂണിറ്റ് സ്വന്തമാക്കാനുള്ള അവകാശമുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സൗദിയിൽ കർശന പരിശോധന തുടരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ മാത്രം 19,000-ലധികം നിയമലംഘകരാണ് പിടിയിലായത്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഇതിൽ 12,506 പേർ ഇഖാമ നിയമലംഘകരും 4,254 പേർ അതിർത്തി സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചവരും 2,916 പേർ തൊഴിൽ നിയമലംഘകരുമാണ്. അതിർത്തി വഴി രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച 1,418 പേരും അനധികൃതമായി രാജ്യം വിടാൻ ശ്രമിച്ച 24 പേരും അറസ്റ്റിലായിട്ടുണ്ട്. നുഴഞ്ഞുകയറ്റക്കാർക്ക് താമസവും ജോലിയും നൽകി സഹായിച്ച 16 പേരെയും പിടികൂടി. കുവൈറ്റിൽ പ്രവാസികൾക്കെതിരെ വ്യാജ ക്രിമിനൽ കേസുകൾ കെട്ടിച്ചമച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അറസ്റ്റിലായി. ക്യാപിറ്റൽ ഗവർണറേറ്റിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെയാണ് കുറ്റാന്വേഷണ വിഭാഗം അറസ്റ്റ് ചെയ്തത്. സംശയാസ്പദമായ പ്രവാസികളെ ലക്ഷ്യമിട്ട ഇവർക്കെതിരെ വ്യാജ കേസുകൾ ഫയൽ ചെയ്യുകയും നാടുകടത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് പണം ആവശ്യപ്പെടുകയായിരുന്നു ഇയാൾ. കേസുകൾ ഒഴിവാക്കുന്നതിന് 500 ദിനാർ വീതമാണ് ഇയാൾ പ്രവാസികളിൽ നിന്നും മുൻകൂറായി ആവശ്യപ്പെട്ടിരുന്നത്. ചോദ്യം ചെയ്യലിൽ വ്യക്തിപരമായ സാമ്പത്തിക നേട്ടത്തിനായി തന്റെ അധികാരം ദുരുപയോഗം ചെയ്തതായി പബ്ലിക് പ്രോസിക്യൂഷന് മുന്നിൽ ഇയാൾ കുറ്റസമ്മതം നടത്തി. ഇരകളെ തിരിച്ചറിയുന്നതിനും തെറ്റായ നടപടികൾ റദ്ദാക്കുന്നതിനും ഇയാൾ മുൻപ് കൈകാര്യം ചെയ്ത എല്ലാ കേസുകളുടെയും സമഗ്രമായ അവലോകനം നടത്തുവാൻ ആഭ്യന്തര മന്ത്രാലയം നടപടികൾ ആരംഭിച്ചു. കുവൈറ്റിൽ ബാങ്കിംഗ് കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതിനായി പ്രത്യേക പ്രോസിക്യൂഷൻ ഓഫീസ്. അറ്റോർണി ജനറൽ സാദ് അൽ സഫ്രാനാണ് ഇക്കാര്യം അറിയിച്ചത്. രാജ്യത്തെ ബാങ്കിംഗ് സംവിധാനത്തെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പായാണ് ഇതിനെ കണക്കാക്കുന്നത്. ഇലക്ട്രോണിക് സാമ്പത്തിക തട്ടിപ്പുകൾ, ബാങ്കുകളുമായി ബന്ധപ്പെട്ട വ്യാജരേഖ ചമയ്ക്കൽ, മതിയായ ഫണ്ടില്ലാതെ ചെക്കുകൾ നൽകൽ എന്നീ ബാങ്കിംഗ് കുറ്റകൃത്യങ്ങളാണ് സംവിധാനത്തിന് കീഴിൽ അന്വേഷിക്കുക. രാജ്യത്തെ സാമ്പത്തിക പരിപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ വേഗത്തിലാക്കുവാനും ബാങ്കിംഗ് ഇടപാടുകളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാനും ഇത് അടിയന്തര ആവശ്യമാക്കി മാറ്റിയതായി അറ്റോർണി ജനറൽ വിശദീകരിച്ചു. വരും കാലങ്ങളിൽ ബാങ്കിംഗ് മേഖലയിലെ കുറ്റകൃത്യങ്ങൾ ചെറുക്കുന്നതിനും അനുബന്ധ നടപടിക്രമങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ സംവിധാനം വഴി ഗുണപരമായ മാറ്റം പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. 2026 ബാങ്കിംഗ് അഫയേഴ്സ് പ്രോസിക്യൂഷൻ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുവൈറ്റിൽ തുടരുന്ന മോശം കാലാവസ്ഥ വിമാന സർവീസുകളെ ബാധിച്ചതിന്റെ പശ്ചാത്തലത്തിൽ ചില വിമാനങ്ങൾ വൈകിപ്പോകാനും ചിലത് താൽക്കാലികമായി മറ്റ് വിമാനത്താവളങ്ങളിലേക്ക് വഴിതിരിച്ചുവിടുവാനും സാധ്യതയുണ്ടെന്ന് കുവൈറ്റ് എയർവേസ് അറിയിച്ചു. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ദൃശ്യപരിധി കുറയുന്ന സാഹചര്യം തുടരുകയാണ്. സുരക്ഷ മുൻനിർത്തിയാണ് സർവീസുകളിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് എയർലൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. യാത്രക്കാരെ വിവരം അറിയിക്കാൻ ബുക്കിംഗിൽ നൽകിയ മൊബൈൽ നമ്പറും ഇമെയിൽ വിലാസവും വഴിയാണ് അറിയിപ്പുകൾ അയക്കുന്നതെന്ന് കുവൈറ്റ് എയർവേസ് വ്യക്തമാക്കി. അതിനാൽ യാത്രക്കാർ അവരുടെ കോൺടാക്ട് വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പാക്കണമെന്ന് എയർലൈൻ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. യാത്രയ്ക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഫ്ലൈറ്റ് സ്റ്റാറ്റസ് പരിശോധിക്കണമെന്നും കാലാവസ്ഥ അനുകൂലമായാൽ സർവീസുകൾ സാധാരണ നിലയിലാകുമെന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യ ഭക്ഷ്യോൽപാദനത്തിൽ 100% സ്വയം പര്യാപ്തത കൈവരിച്ചതായി റിപ്പോർട്ട്. സൗദി ജനറൽ അതോറിറ്റി ഫോർ
സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തിറക്കിയ 2024 ഭക്ഷ്യസുരക്ഷാ സ്ഥിതി വിവര കണക്കുകൾ പ്രകാരം 2023 അപേക്ഷിച്ച് നിരവധി സസ്യജന്തുജന്യ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ സ്വയം പര്യാപ്തത നിരക്കുകളിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തി. രാജ്യത്തെ കാർഷിക ഭക്ഷ്യോൽപാദന സംവിധാനത്തിന്റെ വികസനവും വർദ്ധിച്ച കാര്യക്ഷമതയും പ്രതിഫലിപ്പിക്കുന്നതാണിത്. മൃഗോൽപ്പന്നങ്ങൾ ശ്രദ്ധേയമായ ശതമാനം വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെമ്മീൻ 149%, പാലുൽപ്പന്നങ്ങൾ 131%, മുട്ടകൾ 103% സ്വയം പര്യാപ്തതയിലെത്തി. ഇത് ഉൽപാദനശേഷിയുടെ വികാസത്തെയും ഈ വിഭാഗങ്ങളിലെ പ്രാദേശിക ഉൽപാദനത്തെ ആശ്രയിക്കുന്നതിന്റെ വർദ്ധിച്ച നിലവാരത്തെയും പ്രതിഫലിപ്പിക്കുന്നു. യുഎഇയിലെമ്പാടും കനത്ത മഴ ലഭിക്കുന്നു. വരും ദിവസങ്ങളിൽ കാലാവസ്ഥ അസ്ഥിരമായിരിക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നേരത്തെ അറിയിച്ചിരുന്നു. അബുദാബി, ദുബായ്, ഷാർജ എന്നിവിടങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. മിക്കയിടങ്ങളിലും പകൽ സമയത്തും മഴ ലഭിച്ചിട്ടുണ്ട്. അബുദാബി പോലീസും ദുബായ് പോലീസും വാഹനയാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റാസൽ ഖൈമയിലെ ജബൽ ജെയ്സ് മലനിരകളിൽ വെള്ളച്ചാട്ടം രൂപപ്പെട്ടതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. മഴയെ തുടർന്ന് റാസൽ ഖൈമയിലെ വാദികൾ നിറഞ്ഞൊഴുകി. ഈ മാസം 16 മുതൽ 19 വരെ യുഎഇയിൽ മഴ വർദ്ധിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. യുഎഇയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ വാഹനയാത്രക്കാർ റോഡ് നിയമങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശവുമായി പോലീസ്. വാഹനം ഓടിച്ചുകൊണ്ട് മൊബൈലിൽ ചിത്രങ്ങൾ എടുക്കരുതെന്ന് അധികൃതർ ഓർമ്മിപ്പിച്ചു. നിയമം ലംഘിക്കുന്നവർക്ക് 800 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളും ശിക്ഷ ലഭിക്കും. അനാവശ്യമായി ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്ത് വാഹനം ഓടിക്കരുതെന്നും പോലീസ് ഓർമ്മിപ്പിക്കുന്നു. വാഹനം റോഡരികിൽ നിർത്തിയിടേണ്ട സാഹചര്യത്തിലോ വേഗത കുറയ്ക്കേണ്ട സാഹചര്യത്തിലോ മാത്രമാണ് ഹസാർഡ് ലൈറ്റുകൾ ഓൺ ചെയ്യേണ്ടത്. കാഴ്ചപരിധി കുറയുമ്പോൾ ഉപയോഗിക്കേണ്ടതല്ല ഹസാർഡ് ലൈറ്റുകൾ. 500 ദിർഹം പിഴയും 4 ബ്ലാക്ക് പോയിന്റുകളുമാണ് നിയമം ലംഘിക്കുന്നവർക്കുള്ള ശിക്ഷ. ഇൻഡിക്കേറ്റർ ഇടാതെ റോഡ് ലൈൻ മാറുന്നതും ശിക്ഷാർഹമാണെന്ന് അധികൃതർ അറിയിച്ചു. മഴയും മൂടൽമഞ്ഞുമുള്ള സമയങ്ങളിൽ ഇത്തരം പ്രവൃത്തികൾ അപകടത്തിന് കാരണമാക്കിയേക്കും. കുവൈറ്റിന് പുറത്തേക്ക് ഡീസൽ ഇന്ധനം സംഭരിക്കുന്നതിനും കടത്തുന്നതിനും ഉപയോഗിക്കുന്ന അബ്ദാലിയ കാർഷിക മേഖലയിലെ ഒരു ഫാം സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഫാമിലെ കണ്ടെയ്നറുകളിൽ ഡീസൽ സംഭരിക്കുന്നുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുകളെ തുടർന്ന് നിയമപരമായ വാറന്റ് ലഭിച്ച ശേഷമാണ് റെയ്ഡ് നടത്തിയതെന്ന് മന്ത്രാലയം അറിയിച്ചു. പ്രവർത്തനത്തിനിടെ ഡീസൽ നിറച്ച 33 കണ്ടെയ്നറുകളും നിയമവിരുദ്ധ പ്രവർത്തനത്തിന് ഉപയോഗിച്ച പമ്പുകളും അധികൃതർ പിടിച്ചെടുത്തു. ഈ ഓപ്പറേഷന്റെ മുഖ്യ സൂത്രധാരനെന്ന് കരുതുന്ന ഒരു കുവൈറ്റ് പൗരൻ ഉൾപ്പെടെ 9 പേരെ അറസ്റ്റ് ചെയ്തു. രാജ്യം വിടാൻ ശ്രമിക്കുന്നതിനിടെ അൽ നുവൈസീബ് എക്സിറ്റിൽ ഫാം ഉടമയെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അബുദാബി മുഹമ്മദ് ബിൻ സായിദ് സിറ്റിയിൽ ഡിസംബർ 15 മുതൽ പണമടച്ചുള്ള പാർക്കിംഗ് സംവിധാനം നിലവിൽ വരുമെന്ന് സംയോജിത ഗതാഗത കേന്ദ്രം അറിയിച്ചു. അബുദാബി, മുസഫ, ഷാബിയ 9, 10, 11, 12 എന്നിവിടങ്ങളിലാണ് പെയ്ഡ് പാർക്കിംഗ് ഏർപ്പെടുത്തിയത്. ഈ മേഖലകളിൽ പെയ്ഡ് പാർക്കിംഗ് ബോർഡുകൾ സ്ഥാപിക്കുകയും ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. വോട്ടുകൊള്ള ആരോപണത്തിൽ കോൺഗ്രസിന്റെ 2ാം ഘട്ട പ്രചാരണത്തിന് തുടക്കം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി ജോലി ചെയ്യുന്നുവെന്ന് രാഹുൽ ഗാന്ധി കുറ്റപ്പെടുത്തി. വോട്ട് മോഷ്ടിച്ചാണ് ബിജെപി ഭരണം നിലനിർത്തുകയോ പിടിച്ചെടുക്കുകയോ ചെയ്തതെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണത്തിൽ തന്റെ വെല്ലുവിളി ഏറ്റെടുക്കാൻ അമിത്ഷാ തയ്യാറായില്ലെന്ന് രാഹുൽ ഗാന്ധി പരിഹസിച്ചു. 10,000-കണക്കിന് പ്രവർത്തകരാണ് രാംലീലയിൽ നടന്ന റാലിയിൽ പങ്കെടുത്തത്. കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനും RSSനുമെതിരെ വോട്ട് മോഷണ ആരോപണം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരികയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായാണ് 5 കോടി ഒപ്പ് ശേഖരിച്ച് കോൺഗ്രസ് രാഷ്ട്രപതിക്ക് കൈമാറുന്നത്. വോട്ട് മോഷണത്തിനെതിരെ രാംലീല മൈതാനിയിൽ സംഘടിപ്പിച്ച റാലിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉൾപ്പെടെയുള്ള പ്രധാന നേതാക്കൾ പങ്കെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വേണ്ടി ജോലി ചെയ്യുന്നതുകൊണ്ട് സർവ്വസ്വാതന്ത്ര്യവും മോദി നൽകിയിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. വോട്ട് മോഷണത്തിലൂടെ മാത്രമേ BJPക്ക് സർക്കാരുണ്ടാക്കാനാകൂ എന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. उनके इलेक्शन कमिश्नर हैं जिनके नाम ज्ञानेश कुमार, डॉक्टर सुखबीर सिंह सांधू, डॉक्टर विवेक जोशी. ये जो सत्य और असत्य की लड़ाई हो रही है, इलेक्शन कमीशन BJP के सरकार के साथ मिलकर काम कर रहा है. ശരിയായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJP ഒരിടത്തും ജയിക്കില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി MP പറഞ്ഞു. രൂപയുടെ മൂല്യം ഇടിഞ്ഞുവെന്നും പ്രധാനമന്ത്രിയുടെ വിദേശ നയം പൂർണ്ണമായി പരാജയപ്പെട്ടുവെന്നും പ്രിയങ്ക ഗാന്ധി കുറ്റപ്പെടുത്തി. विदेश नीति फेल हो गई है इनकी. हाथ पकड़ के चलते हैं ट्रंप जी के साथ, बड़े बड़े राष्ट्रपतियों के साथ, लेकिन जब समय आता है तो देश के साथ कोई खड़ा नहीं होता. അതേസമയം പ്രധാനമന്ത്രിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ BJP രംഗത്തെത്തി. ഉത്തരവാദിത്തമില്ലാത്ത പ്രസ്താവനകളാണ് രാഹുൽ ഗാന്ധി നടത്തുന്നതെന്ന് മുൻ കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു. झूठ बोलते हैं, रामलीला मैदान में झूठ बोलते हैं. राहुल गांधी गैर जिम्मेवार हैं और गैर जिम्मेवारी से बोलते हैं.
വോട്ട് മോഷണത്തിന്റെ പേര് പറഞ്ഞ് കുടുംബത്തെ രക്ഷിക്കാനുള്ള ശ്രമമാണ് രാഹുൽ നടത്തുന്നതെന്ന് BJP ദേശീയ വക്താവ് ഷഹ്സാദ് പൂനേവാല പറഞ്ഞു. So they are abusing and threatening the person elected by the people of India. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 10,000-കണക്കിന് പ്രവർത്തകരാണ് പരിപാടിയിലേക്ക് എത്തിയത്. പാർലമെന്റിന് അകത്തും പുറത്തും വിഷയം സജീവമായി നിർത്തി വരും തെരഞ്ഞെടുപ്പുകളെ നേരിടാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓസ്ട്രേലിയ നടുക്കിയ വെടിവയ്പ്. ബോണ്ടി ബീച്ചിൽ കൂട്ട വെടിവയ്പിൽ 10 പേർ കൊല്ലപ്പെട്ടു. ജൂതാഘോഷത്തിനിടെയാണ് വെടിവയ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. തോക്കുധാരികളിൽ ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. മറ്റൊരാൾ വെടിയേറ്റ നിലയിൽ കസ്റ്റഡിയിലാണ്. പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ അധികൃതർ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. തോക്കുധാരികൾ ഒന്നിലേറെ തോക്കുകൾ ഉപയോഗിച്ച് ഒരേ സമയം വെടിയുതിർക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. സ്ഥലത്ത് ഹെലികോപ്റ്ററുകൾ, തീവ്രപരിചരണ പാരാമെഡിക്കുകൾ, പ്രത്യേക ഓപ്പറേഷൻ ടീമുകൾ എന്നിവയുൾപ്പെടെ 26 യൂണിറ്റുകളെ വിന്യസിച്ചു. സംഭവം ഞെട്ടിപ്പിക്കുന്നതും ദുഃഖകരവുമെന്നാണ് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് പ്രതികരിച്ചത്. ശബരിമലയിൽ അരവണ പ്രതിസന്ധി. ഒരാൾക്ക് 20 ടിൻ അരവണ മാത്രമാണ് വിതരണം ചെയ്യുന്നത്. പ്രതിദിന അരവണ വിൽപ്പന 4 ലക്ഷം ടിൻ കടന്നിരുന്നു. നിലവിൽ 27 ലക്ഷത്തിൽ താഴെ അരവണ മാത്രമാണ് സ്റ്റോക്ക് ഉള്ളത്. നട തുറക്കുമ്പോൾ 46 ലക്ഷം ടിൻ അരവണ കരുതൽ ശേഖരമുണ്ടായിരുന്നു. വരും ദിവസങ്ങളിൽ തിരക്കിന് അനുസരിച്ച് വിൽപ്പന വർദ്ധിച്ചാൽ പ്രതിസന്ധി രൂക്ഷമാകും. Powered by Dhanalakshmi Bank, banking on relationships forever. ഇവിടെ ന്യൂസ് പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക.